ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം SK, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം. അവതരണം സീന ആന്റണി. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന്റെ 7ാം ദിനം ബജറ്റിന്മേലുള്ള ചർച്ചകൾക്കായി ചേർന്ന സഭയിൽ ചോദ്യോത്തരവേള കഴിഞ്ഞ ഉടൻ ബഹളവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷം പിന്നീട് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെങ്കിലും നടപടികളുമായി സ്പീക്കർ മുന്നോട്ടു പോയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പിൻവാങ്ങുകയായിരുന്നു. രാഷ്ട്രീയ കേസുകളിലെ പ്രതികൾക്ക് അനധികൃതമായി പരോൾ നൽകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തിനു വേണ്ടി KK രമ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിനെ തുടർന്നാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഗൌരവകരമായ വിഷയമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്പീക്കറുടെ നടപടി. ആവശ്യമെങ്കിൽ സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ഇന്നെന്താ ചർച്ചയില്ലേ, മടിയിൽ കനം, സഭയിൽ ഭയം എന്ന ബാനറും പ്ലക്കാർഡും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ സ്പീക്കറുടെ ഡിയസിന് മുന്നിൽ ഏറെ നേരം തുടർന്നു. സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിൽ ബാനർ വലിച്ചുയർത്തിയും പ്ലക്കാർഡുകൾ ഉയർത്തിയുമായിരുന്നു പ്രതിഷേധം. ഇടയ്ക്കിടെ ഭരണപക്ഷത്തെ മന്ത്രിമാരുടെ നേരെയും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നീണ്ടു. ഇതിനിടെ പ്രതിപക്ഷത്തോട് നിരവധി തവണ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. ഇതിന് പ്രതിപക്ഷം തയ്യാറാകാത്ത സാഹചര്യത്തിൽ സഭാ നടപടികൾ തുടരാനായിരുന്നു സ്പീക്കറുടെ തീരുമാനം. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ എന്ന പ്ലക്കാർഡുമായി പ്രതിപക്ഷം സഭയിലെത്തിയത് തന്നെ വിഷയം ചർച്ചയ്ക്കെടുക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് പരിഹസിച്ച സ്പീക്കർ ചർച്ചയ്ക്കെടുക്കാത്ത വിഷയങ്ങൾ കൊണ്ടുവരുന്നത് ആസൂത്രിതമാണെന്നും ബഹളമുണ്ടാക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും കുറ്റപ്പെടുത്തി. അതേസമയം തടവുപുള്ളികൾക്ക് പരോൾ അനുവദിച്ചത് നിയമവും ചട്ടവും പാലിച്ചാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷ് വിശദീകരിച്ചു. വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അടിയന്തര പ്രാധാന്യം തോന്നിയിരുന്നെങ്കിൽ ജനുവരി 22-ന് നോട്ടീസ് നൽകാമായിരുന്നുവെന്നും പ്രതിപക്ഷ പ്രതിഷേധം പ്രീ പ്ലാൻഡ് പരിപാടിയാണെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. എന്നാൽ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം മാത്രം സഭയിൽ ചർച്ച ചെയ്താൽ പോരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പലതവണ പരോൾ നൽകി. 20 വർഷം ശിക്ഷിക്കപ്പെട്ട് 2 മാസം തികയും മുൻപ് തന്നെ പരോൾ ലഭിച്ചവരും കൂട്ടത്തിലുണ്ട്. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച ആൾക്ക് 1 മാസത്തിൽ 3 തവണ പരോൾ ലഭിച്ചു. TP കേസ് പ്രതികൾക്ക് 3 വർഷം പരോൾ കിട്ടിയിരുന്നു. അനധികൃതമായാണ് പരോളുകൾ നൽകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയാതെ ഒളിച്ചോടി. KK രമയ്ക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പരോൾ മാനദണ്ഡങ്ങൾ പോലും ലംഘിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയെങ്കിലും സ്പീക്കർ നടപടികൾ തുടർന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷവും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. നിയമസഭയിൽ മുദ്രാവാക്യം വിളിക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാം, എന്നാൽ ഇങ്ങോട്ട് വിരട്ടാൻ വരരുതെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഭരണപക്ഷത്തെ വിരട്ടാൻ വരേണ്ട, ഞങ്ങൾ ഓടുപൊളിച്ചിറങ്ങി വന്നവരല്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നവരാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. പ്രകോപനപരമായി സംസാരിച്ച റോജി M ജോണിനെതിരെയായിരുന്നു മന്ത്രിയുടെ പരാമർശം. സ്പീക്കറെ ചൂണ്ടി അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതിയെന്നും ശിവൻകുട്ടി പറഞ്ഞു. സ്വർണ്ണക്കള്ളൻ സഭയിലിരിക്കുന്നുവെന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിന് സ്വർണ്ണക്കള്ളൻ ആരാണ്, സ്വർണ്ണക്കള്ളന്മാർ പോയത് സോണിയയെ കാണാനാണെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ബ്രേസ്ലെറ്റ് വാങ്ങിയത് ആരാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചു. മന്ത്രി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി മുൻമന്ത്രി KT ജലീലും രംഗത്തെത്തി. ശൂന്യവേളയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ സഭയുടെ ശ്രദ്ധ ക്ഷണിച്ച് നെന്മാറ അംഗം K ബാബു വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ ഫീസ് പിൻവലിച്ചിട്ടും അത് തിരികെ നൽകുന്നതിൽ അലംഭാവം കാണിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു. അക്കാര്യം അടിയന്തരമായി പരിഗണിച്ച് തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് മറുപടി നൽകി. ഷെഡ്യൂൾ ചെയ്ത 10 സബ്മിഷനുകളിൽ ഭരണപക്ഷത്തു നിന്നുള്ള 6 എണ്ണം മാത്രമാണ് ഉന്നയിച്ചത്. ക്ഷുദ്രജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്ക് സംസ്ഥാന സർക്കാർ അധികാരം നൽകിയിട്ടുണ്ടെങ്കിലും പല പഞ്ചായത്തുകളും അത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. പഞ്ചായത്തുകൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ പ്രശ്നം പരിഹരിക്കാം. ഷൂട്ടർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. സംസ്കാരത്തിന് 2000 രൂപ നൽകാനും തീരുമാനിച്ചു.
പുതിയ ഭരണസമിതികളുമായി MLA-മാർ ചർച്ച നടത്തി മോണിറ്ററി കമ്മിറ്റി രൂപീകരിച്ച് നടപടി ആരംഭിക്കാം. കിഫ്ബിയിൽ നിന്ന് 1000 കോടി അനുവദിച്ച് RRTക്ക് ആവശ്യമായ ഉപകരണങ്ങളും ആയുധങ്ങളും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വനമേഖലകളോട് ചേർന്നുള്ള പൊതുവഴികളിൽ മരച്ചില്ലകൾ വീണ് അപകടത്തിൽ മരിക്കുന്നവർക്ക് പ്രത്യേക ധനസഹായം നൽകുന്ന പദ്ധതി ആലോചിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് അയക്കുന്നതിന് പകരം മൃഗശാലയിലേക്ക് മാറ്റുമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ സഭയെ അറിയിച്ചു. ഉൾവനത്തിലേക്ക് അയച്ചാലും വന്യമൃഗങ്ങൾ തിരിച്ചുവരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. വന്യജീവി ആക്രമണ പ്രതിരോധം സംബന്ധിച്ച വിഷയത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. സാധാരണയായി പിടികൂടുന്ന വന്യജീവികളെ ഉൾക്കാട്ടിലേക്ക് അയക്കുന്നതാണ് രീതിയെങ്കിലും അവ തിരിച്ചു വരുന്നുവെന്നത് യാഥാർത്ഥ്യമാണെന്നതിനാൽ പിടികൂടുന്ന വന്യമൃഗങ്ങളെ ഇനി മൃഗശാലയിലേക്ക് മാറ്റും. ഇനി പിടിക്കുന്നവയെ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാനാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെയും സുവോളജിക്കൽ പാർക്കിൽ ഒരെണ്ണത്തെ എത്തിച്ചിരുന്നുവെന്നും അവയെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും നടപടികൾ എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കഴിഞ്ഞ 3 വർഷത്തേക്കാൾ ഈ വർഷം മരണനിരക്കും പരാതികളും കുറഞ്ഞുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ജലജീവൻ പദ്ധതിയിൽ സംസ്ഥാനത്താകെ ഇതുവരെ 2.5 കോടി കണക്ഷനുകൾ നൽകിയെന്നും താമസമില്ലാതെ പ്രവർത്തനം പൂർത്തിയാക്കും എന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. പദ്ധതിക്കായി 5500 കോടി രൂപയാണ് കേന്ദ്രം തന്നത്. 8000 കോടി സംസ്ഥാനം വഹിച്ചു. 9000 കോടി കടമെടുത്ത് കണക്ഷൻ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ SC/ST വിഭാഗത്തിൽ നിന്ന് 1160 കുട്ടികളെ വിദേശ പഠനത്തിനയച്ചിട്ടുണ്ടെന്ന് മന്ത്രി OR കേളു നിയമസഭയെ അറിയിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് 20 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. പട്ടിക വിഭാഗത്തിൽ മാത്രം 80 കുട്ടികൾ വിദേശത്ത് പോയെന്നും മന്ത്രി പറഞ്ഞു. 25 പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഉന്നതികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1 കോടി രൂപ അനുവദിക്കുന്ന അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി സർക്കാർ നടപ്പിലാക്കി വരുന്നു. ഒരു സാമ്പത്തിക വർഷം പട്ടികജാതി വകുപ്പിന് കീഴിൽ 50 യൂണിറ്റുകളും പട്ടികവർഗ വകുപ്പിന് കീഴിൽ 50 യൂണിറ്റുകളുമാണ് ഇതിനായി മാറ്റിവച്ചിരിക്കുന്നത്. 25-ൽ താഴെ ഗുണഭോക്താക്കളുള്ള, പ്രത്യേകിച്ച് 15-ൽ താഴെ കുടുംബങ്ങളുള്ള ചെറിയ സെറ്റിൽമെന്റുകളുടെ വികസനത്തിനായി ഐശ്വര്യ ഗ്രാമം എന്ന പുതിയ പദ്ധതി ഈ വർഷം ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടു കിടക്കുന്ന കുടുംബങ്ങളുടെയും ചെറിയ നഗരങ്ങളുടെയും വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും തുടർന്ന സഭയിൽ 2026-27 പൊതു ബജറ്റിനെ സംബന്ധിച്ചാണ് ചർച്ച നടന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടക്കം കുറിച്ച ചർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഭരണപക്ഷ അംഗങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ചർച്ചകൾക്കൊടുവിൽ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെയും തുടരും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം SK, ബ്യൂറോ ചീഫ്, സിറാജ് ദിനപത്രം.